എല്ലാവർക്കും നമസ്കാരം. യോഗീശ്വരൻ എന്നുള്ള സങ്കല്പം, അത് ഒരു കുടുംബത്തിലെ യോഗീശ്വരൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ ഉപാസന കൊണ്ട് സിദ്ധികളുണ്ടാക്കി അതിനുശേഷം അവരുടെ ജീവിതകാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു സമാധിയാകാറുണ്ട്, അല്ലെങ്കിൽ സ്വസ്ഥമായ മൃതിയെ പ്രാപിക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഒക്കെ ശേഷം ആ കുടുംബത്തിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പല രീതിയിൽ അനുഭവപ്പെടാൻ തുടങ്ങും. ആ സമയത്ത് അദ്ദേഹത്തെ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കുന്നു. അത് ആ കുടുംബത്തിലെ എല്ലാവർക്കും ഗുണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദൈവ തുല്യമായ ആളായിട്ടാണ് യോഗീശ്വരനെ കണക്കാക്കുന്നത്. ആ പേര് കൊണ്ട് തന്നെ യോഗീശ്വരൻ എന്ന് പറയുമ്പോൾ യോഗയിലൂടെ അല്ലെങ്കിൽ ഉപാസനയിലൂടെ സിദ്ധികൾ നേടിയ ആളാണ്. സിദ്ധികൾ, പ്രത്യേകമായ കഴിവുകൾ, ഉപാസന കൊണ്ട് നേടുന്ന പ്രത്യേക കഴിവുകളുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ആളിനെയാണ് ഈ പറയുന്നത് യോഗീശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ആശ്രയിച്ചാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറ്റിത്തരാൻ അവർക്ക് സാധിക്കും. എങ്ങനെയാണ്? അവരുടെ ഉപാസന കൊണ്ട് അവർ നേടിയ സിദ്ധി നമുക്ക് തരുന്നതാണ്. അപ്പോൾ ആ ഉപാസനാമൂർത്തി അവരുടെ കൂടെയുണ്ട് എപ്പോഴും. അങ്ങനെയാണ് അവർക്ക് ആ സിദ്ധി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒരുമിച്ചാണ് പ്രതിഷ്ഠ. യോഗീശ്വരനായിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ അവരിലൂടെ, ആ ദേവതയിലൂടെയാണ് നമുക്ക് ഈ അനുഗ്രഹം കിട്ടുന്നത്. അപ്പോൾ ഇതിനെ വേണ്ട വിധം ആരാധിക്കാതെ ഇരുന്നാൽ യോഗീശ്വരൻ്റെ ദോഷവും കിട്ടും. നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് തന്നെ, അപ്പോൾ പിതൃക്കളെന്നാണ് സാധാരണ പൂർവികരെ പറയുന്നത്. അത് സാധാരണ ആൾക്കാർ മരിച്ചാൽ, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള സിദ്ധികളൊന്നും ഇല്ലാത്തവർ, കഴിവുകളൊന്നും ഇല്ലാത്തവർ, ഉപാസനയൊന്നും ഇല്ലാത്തവർ മരിക്കുമ്പോൾ പിതൃക്കളായിട്ട് മാറും. അവർ കുറേ കാലം കഴിയുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് തേടിപ്പോകും. ഇപ്പം യോഗീശ്വരനായിരിക്കുന്ന ആളും അടുത്ത ജന്മത്തിലേക്ക് പോകും. പക്ഷേ ആ കാലഘട്ടത്തിൽ അത്രയും ഇവരെ പ്രത്യേകമായി പ്രതിഷ്ഠിച്ച് ദേവന്മാർക്ക് ചെയ്യുന്ന പോലെ പൂജയും നിവേദ്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരനുഗ്രഹിക്കും നമ്മളെ. ആ അനുഗ്രഹം നേടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ സാധിക്കും. കാരണം നമ്മുടെ പൂർവികൻ തന്നെയാണല്ലോ നമ്മുടെ യോഗീശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ചും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയാതെ തന്നെ അറിയുന്നവരാണവർ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിക്കും. അതാണ് പല കുടുംബങ്ങൾക്കും യോഗീശ്വരന്മാരുണ്ട്, അതിനെ ആരാധിക്കാറുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു യോഗീശ്വരൻ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ കുടുംബ ബന്ധത്തിലുള്ള യോഗീശ്വരനെയാണ് ആരാധിക്കേണ്ടത്. വേറൊരു കുടുംബത്തിൻ്റെ യോഗീശ്വരനെ വേറൊരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആശ്രയിച്ചാൽ അത് നമുക്ക് ഗുണം കിട്ടുന്ന കാര്യമല്ല. പിന്നെ പ്രതിഷ്ഠിക്കാതെ ഇരിക്കുമ്പോൾ, എല്ലായിടത്തും പ്രതിഷ്ഠിക്കണമെന്നില്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ യോഗീശ്വരനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. പ്രതിഷ്ഠിക്കാതിരുന്നാലും ഇതിൻ്റെ ഉണ്ടാകും വീടുകളിൽ. അതിനെ നമ്മൾ ചെയ്യുന്നത് പത്മമിട്ട് ആവാഹിച്ച് അതിന് വേണ്ടുന്ന നിവേദ്യം കൊടുക്കുന്നതാണ്. പത്മത്തിലേക്ക് ആവാഹിച്ച്, അത് ക്ഷേത്രത്തിലെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആവാഹിച്ചെടുത്ത് വീടുകളിലും ഒക്കെ പ്രധാന പൂജാ സമയങ്ങളിൽ ശുദ്ധിയാക്കി ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടുന്ന നേദ്യങ്ങളിൽ പലപ്പോഴും കരിക്കും വറപൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകമായിട്ടും ഇവർക്ക് എന്തെങ്കിലും ഒരു ആഹാര രീതി ഉണ്ടായിരുന്നെങ്കിൽ അതും ചില സ്ഥലങ്ങളിൽ സമർപ്പിക്കാറുണ്ട്. പ്രീതി വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുത്തുന്ന ആ പൂജയ്ക്കാണ് ഈ യോഗീശ്വര പൂജ, അല്ലെങ്കിൽ അത് യോഗീശ്വര നിവേദ്യം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ ദേവന്മാരെ ആശ്രയിച്ച് നേടുന്ന നമ്മൾക്ക് നമ്മുടെ ആ പുണ്യം, അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങൾ മാറ്റുന്നത്, അല്ലെങ്കിൽ ദോഷങ്ങൾ മാറ്റുന്നത്, ശത്രുദോഷം പോലെയുള്ള പുറമേ നിന്ന് വരുന്ന കാര്യങ്ങളെ തടയാൻ എപ്പോഴും നമ്മുടെ ആ പൂർവികർക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വലിയൊരു കാര്യമാണ് ഈ യോഗീശ്വരനെ ആശ്രയിക്കുക എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ അഭിവൃദ്ധിയെ നമ്മുടെ പൂർവികൻ എപ്പോഴും കാംക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ടതും കൂടിയാണ്. അപ്പോൾ സിദ്ധികൾ ഉണ്ടായിരുന്നവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ
ഇഷ്ടദേവതയെ കണ്ടെത്തി അതിനെ ഉപാസിച്ച് ഗുരുപദേശത്തോടുകൂടി ഉപാസിച്ച് ആ ഇഷ്ടദേവതയെ സാന്നിധ്യപ്പെടുത്തി അനുകൂലമാക്കി കൂടെ കൊണ്ടു നടന്ന് അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ യോഗീശ്വരനായിട്ട് മാറുന്നത്. അപ്പോൾ അവരെ ആശ്രയിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ, നമുക്ക് കിട്ടുന്ന ഗുണങ്ങളിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുണം, ഒരു പിതൃ എന്നുള്ള നിലയിലുള്ള ഗുണം, അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയുടെ ഗുണം, ഇതെല്ലാം നമുക്ക് ഒരേ ഒരു ആശ്രയത്തിലൂടെ, ഒരേ ഒരു പൂജയിലൂടെ അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിലൂടെ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. ദേവനെ ആശ്രയിച്ചാൽ ദേവൻ്റെ മാത്രം ഗുണമല്ലേ കിട്ടുന്നുള്ളൂ, ഇതിനകത്തല്ലാതെ കൂടെ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് യോഗീശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എത്രയോ തലമുറയ്ക്ക് മുൻപായിരിക്കാം, നമുക്കോ നമ്മുടെ തൊട്ട് മുൻപുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഓർമ്മ കിട്ടാതെ വരാം. അതിനൊക്കെ ഒരുപാട് തലമുറകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൻ്റെ പേരും നമ്മളുടെ പേരും നക്ഷത്രവും അതിനൊപ്പം തന്നെ കുടുംബത്തിൻ്റെ പേരും കൂടെ പറഞ്ഞാണ് ഇതിനെ ആവാഹിച്ച് ആ പത്മത്തിലേക്ക് സാന്നിധ്യപ്പെടുത്തി ഈ പൂജകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമ്മുടെ ദേശാധിപത്യമുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യാം. പ്രത്യേക മൂർത്തികളുടെ ക്ഷേത്രം ഒന്നും പറയുന്നില്ല ഇതിന്. അല്ലാതെ തന്നെ ഇതിനെ നമുക്ക് പൂജയിലൂടെ പ്രീതിപ്പെടുത്താൻ സാധിക്കും. എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ആ ദേവി അനുഗ്രഹിക്കട്ടെ.